ഇങ്ങനെയൊരു പൊട്ടറ്റോ മെഴുക്കുവരട്ടി ഉണ്ടെങ്കിൽ പാത്രം കാലിയാവുന്നതേ അറിയില്ല. ഇവിടെ ഞാൻ 3 മീഡിയം സൈസ് പൊട്ടറ്റോ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇനി കുക്ക് ചെയ്യാൻ പാകത്തിലുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഒട്ടും ഉടയാതെ തന്നെ കുക്ക് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി വെളിച്ചെണ്ണയിലിട്ട് തന്നെ കുക്ക് ചെയ്യുകയാണെങ്കിൽ കനം കുറച്ചരിയാനായിട്ട് ശ്രദ്ധിക്കണം. പൊട്ടറ്റോയിൽ വെള്ളമൊക്കെ വറ്റിയിട്ട് പാകത്തിന് കുക്കായിട്ടുണ്ട്. കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് ഉടയുന്ന പരുവത്തിലായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. ഇനി ഒരു കടായി അടുപ്പിച്ച് ചൂടാകുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വെളുത്തുള്ളിയുടെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണം. ഇതിലേക്ക് മീഡിയം സൈസ് സവാള സ്ലൈസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകണ്ട കേട്ടോ, ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതിയാവും. ഉപ്പ് ചേർത്ത് വഴറ്റിയാൽ ഉള്ളി പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു കളർ കിട്ടാനായിട്ട്. ഇനി പൊടിയുടെ പച്ച ടേസ്റ്റ് മാറുന്നതിന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഫ്ലെയിം അല്പം കൂട്ടിയിട്ടിട്ട് കുറച്ച് സമയം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടും കുഴഞ്ഞു പോകാത്ത പൊട്ടറ്റോ മെഴുക്കുവരട്ടി റെഡി.